ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ചിന്തയുടെ ഭാഗമായി തിരുവചനത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദിവ്യശക്തിയും ദൈവത്വവും വെളിപ്പെടുത്തുന്ന അത്ഭുതകരമായ തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമുക്ക് യെഹെസ്കേലിൻ്റെ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ, ചുരുക്കം വാക്യങ്ങൾ മാത്രം വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ദൈവതേജസ്സിൻ്റെയും ദൈവശക്തിയുടെയും വ്യക്തമായ വെളിപ്പെടുത്തലുകളുള്ള അനുഗ്രഹീതമായ ഒരു പുസ്തകമാണ് യെഹെസ്കേൽ. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിൽ കിടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇസ്രായേൽ ഗൃഹമോ നിന്റെ വാക്ക് കേൾക്കയില്ല, എൻ്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരത്രേ. തുടർന്ന് അതിൻ്റെ 10-ാം വാക്യം ഒരു വായിക്കാം. അവൻ പിന്നെയും എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി കൊണ്ട് കേട്ട് ഹൃദയത്തിൽ കൈക്കൊള്ളുക. 11-ാം വാക്യം. നീ നിന്റെ ജനത്തിൻ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ ചെന്ന് അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് സംസാരിച്ച്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറയുക. 12-ാം വാക്യം. അപ്പോൾ ആത്മാവ് എന്നെ എടുത്ത്, ബാക്കിയുള്ള ഭാഗം നമുക്ക് വലിയ പ്രസക്തമായി, ഞാൻ ഇത്രയും ദൈവശക്തിയുടെ വെളിപ്പെടുത്തലുകളുടെ ഒരു ചിത്രം നൽകാൻ വേണ്ടി മാത്രം ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ദൈവശക്തിയും ദൈവദേശം വ്യക്തമായി വെളിപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഈ പുസ്തകം ദൈവജനം വായിച്ച് ധ്യാനിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ, 1-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം അതിങ്ങനെ വായിക്കുന്നല്ലോ. അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ച് നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക, പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിനേലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. അങ്ങനെ അപ്പോൾ ദൈവത്തിൻ്റെ ദിവ്യശക്തി വെളിപ്പെടുത്തിയ മനോഹരമായ ഒരു ഭാഗമാണല്ലോ, വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ 20-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. അതിൻ്റെ 20-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിന് 1-ാം ആണ്ട് വരെ ജീവിച്ചത്. അപ്പോൾ നോക്കിയത് നമുക്ക് വേർപാടിനും വിശുദ്ധിക്കും വേണ്ടി തീഷ്ണതയോടെ വഴിതെറ്റാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ പോലും സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ട്, വേർപാടിനും വിശുദ്ധിക്കും വേണ്ടി നിന്നതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിച്ച അത്ഭുത വഴികൾ ചിന്തനീയമല്ലേ? വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ചില ചിന്തകൾ മാത്രം ഓർപ്പിച്ച് ഞാൻ അവിടെ ഭാഗം വിടുകയാണ്. വീണ്ടും നമുക്ക് അതിൻ്റെ 2-ാം അധ്യായത്തിലെ 19-ാം വാക്യത്തിലേക്ക് വന്നാൽ അവിടെ നമ്മളിങ്ങനെ കാണുന്നല്ലോ. 2-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം. 19 മുതൽ അതിൻ്റെ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 19-ാം വാക്യം ഇങ്ങനെ തുടങ്ങുന്നു. അങ്ങനെ ആ രഹസ്യം ദാനിയേലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയേൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു, പറഞ്ഞത്, ദൈവത്തിൻ്റെ നാമം എന്നുമെന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു. അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. അവൻ ജ്ഞാനികൾക്ക് ജ്ഞാനവും വിവേകികൾക്ക് ബുദ്ധിയും കൊടുക്കുന്നു. അവൻ
അഗാധവും ഗൂഢവുമായത് വെളിപ്പെടുത്തുന്നു. അവൻ ഇരുളിലുള്ളത് അറിയുന്നു, വെളിച്ചം അവനോടുകൂടെ വസിക്കുന്നു. എൻ്റെ പിതാക്കന്മാരുടെ ദൈവമായുള്ളോവേ, നീ എനിക്ക് ജ്ഞാനവും ബലവും തന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ചത് ഇപ്പോൾ എന്നെ അറിയിച്ചു. രാജാവിൻ്റെ കാര്യം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിൽ തന്നെ 28-ാം വാക്യം കൂടെ നമുക്ക് ചേർന്ന് വായിക്കാം. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ആ ഭാവവും നമുക്ക് ചിന്തനീയമാണല്ലോ ദൈവമക്കളെ. അതിൻ്റെ 47-ാം വാക്യം കൂടി വായിക്കാം. 2-ാം അധ്യായം 47-ാം വാക്യം. നീ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ പ്രാപ്തനായതുകൊണ്ട് നിങ്ങളുടെ ദൈവം ദൈവാദി ദൈവവും രാജാദി കർത്താവും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു സത്യം എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. ഇത് നെബൂഖദ്നേസർ രാജാവിനെ കൊണ്ട് ദൈവത്തെപ്പറ്റി സാക്ഷ്യം പറയിക്കുന്ന അതിമനോഹരമായൊരു ഭാഗമാണല്ലോ ദൈവമക്കളെ. തുടർന്ന് 3-ാം അധ്യായം, ദാനിയേൽ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. അതിലിങ്ങനെ പറയുന്നല്ലോ, ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. എത്ര തീക്ഷ്ണമായ മറുപടിയാണ് കൊടുക്കുന്നത് നോക്കി 17-18 വാക്യങ്ങളിൽ. അതിൻ്റെ 28-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. 28-ാം വാക്യം, അതിൻ്റെ 28. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്ഗോദിൻ്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്കൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവമല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം രാജകൽപ്പന കൂടി മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. എത്ര മനോഹരമായ സാക്ഷ്യമാണ് ദൈവമക്കളെ. ഇതൊക്കെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതകരമായ വിടുതലുടെ വ്യക്തവും സ്പഷ്ടമായ സാക്ഷ്യമാണല്ലോ. ഒരു വിശദീകരണം ആവശ്യമില്ലാത്തവണ്ണം വളരെ സ്പഷ്ടമായ കാര്യം. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലേക്ക് വന്നാൽ, എന്നാൽ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, സാഷ്ടാംഗം ചെയ്തു. ദൗർഭാഗ്യവശാൽ ഇന്ന് മിക്കവാറും ക്രൈസ്തവ കോളങ്ങളിലൊക്കെ കസേരയൊക്കെ ഇട്ട് സുഭിക്ഷമായി സുഖമായിരുന്ന് എന്തൊക്കെയോ ചെയ്തു പോരുന്നു എന്ന നിലയിൽ കാണുന്നത് സങ്കടകരമാണ്. പണ്ട് കാലത്തൊക്കെ പായ വിരിച്ച് അവിടെ ഇരുന്ന് മുട്ടുകുത്തിയും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത കാലം മാറി ഇപ്പോൾ ഗമ കാണിക്കുന്ന പ്രൗഢമായ അനുഭവങ്ങളിലേക്ക് വളർന്നത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണെന്ന് പറഞ്ഞ് എന്താ പറയുക, ഞാൻ അതിനെപ്പറ്റി കമൻ്റ് ചെയ്യുന്നില്ല. ചിന്തിക്കാൻ കഴിവുള്ള ദൈവജനം ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ദാനിയേലിൽ നമുക്ക് കാണാം. താൻ ദിവസവും 3 വട്ടം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യമുള്ളവർ, കഴിയുന്നവർ തങ്ങളെ തന്നെ എളിമപ്പെടുന്നതിൻ്റെ തെളിവായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, കാലം മാറിയതനുസരിച്ച് കോലം മാറുന്ന രീതി മാറി ദൈവവചനപ്രകാരം തന്നെ ദൈവത്തെ ആരാധിക്കുന്ന ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ സർവശക്തി നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ആ ഭാഗം വിടുന്നു. നമുക്ക് ഹോശേയ പ്രവാചന പുസ്തകത്തിലേക്ക് വന്നാൽ
അതിൻ്റെ 3-ാം അധ്യായത്തിൽ 5-ാം വാക്യം നമുക്കിങ്ങനെ വായിക്കാം. പിന്നത്തേതിൽ ഇസ്രായേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടും കൊണ്ട് യഹോവയെങ്കിലേക്കും അവൻ്റെ നന്മയിലേക്കും വരും. വഴിതെറ്റിപ്പോകുന്ന ജനത്തിൻ്റെ ദയനീയാവസ്ഥയെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഹോശേയ പ്രവാചകൻ പറഞ്ഞ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഹല്ലേലൂയ. ഹോശേയ പ്രവാചന പുസ്തകത്തിലും വളരെ ചിന്തനീയമായ ആലോചനകളുണ്ടെങ്കിലും നമുക്ക് തൽക്കാലം വിസ്താര ഭയത്താൽ നമുക്ക് യോവേൽ പ്രവാചന പുസ്തകം വരാം. അതിൻ്റെ 1-ാം അധ്യായം 14-ാം വാക്യം 14-ഉം 15-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ, സഭായോഗം വിളിപ്പിൻ, മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവിൻ. യഹോവയോട് നിലവിളിപ്പിൻ. ആ ദിവസം അയ്യോ കഷ്ടം, യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു. അത് സർവശക്തന്റെ പക്കൽ നിന്നും സംഹാരം പോലെ വരുന്നു. അത് ചിന്തിക്കാം. ദൈവത്തെ പറ്റിയുള്ള ചിന്തകളാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സർവശക്തനായ മഹാദൈവത്തിൻ്റെ ദിവ്യശക്തിയുടെ വലിപ്പം വെളിപ്പെടുത്തുന്നതിന് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണീർ വാർക്കേണ്ട ആവശ്യകത ഓർപ്പിക്കുകയാണ്. നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ 10-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. അവരുടെ മുൻപിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. യഹോവ തൻ്റെ സൈന്യത്തിനു മുൻപിൽ മേഘനാദം കേൾപ്പിക്കുന്നു. അവൻ്റെ പാളയം അത്യന്തം വലുതും അവൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തിയുള്ളവനും തന്നെ. യഹോവയുടെ ദിവസം വലുതും അതിശയകരവുമാകുന്നു. അത് സഹിക്കാവുന്നവൻ ആർ? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു വിശദീകരണം ആവശ്യമുള്ള ദൈവമക്കൾ, എത്ര മനോഹരമായ ദൈവശബ്ദമാണ് പറയുന്നത് നോക്കൂ. നമുക്കതിൻ്റെ 13-ാം വാക്യം കൂടെ വായിക്കാം. ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഹല്ലേലൂയ. അതിൻ്റെ 27-ാം വാക്യം കൂടെ വായിക്കാം നമുക്ക്. 27-ാം വാക്യം. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ നടുവിലുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല എന്ന് നിങ്ങൾ അറിയും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. 28-ാം വാക്യം കൂടെ നമുക്ക് ചേർന്ന് വായിക്കാം. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ഈ വാക്യം അല്പം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ എന്നെനിക്ക് സംശയം തോന്നുന്നു. എൻ്റെ സംശയമാണ് കേട്ടോ. ഞാൻ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പറയുന്നതല്ല. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഈ വാക്യം ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. ഈ യെശയ്യാ പ്രവാചക പുസ്തകം 40-ാം അധ്യായത്തിൽ നമ്മൾ ഒരു ഭാഗത്ത് ചിന്തിച്ചതാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും എന്ന വാക്യം. അതാണ് സത്യത്തിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അന്ന് യേശുക്രിസ്തു പറഞ്ഞതനുസരിച്ച് പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന ഭക്തന്മാരുടെ മേൽ പകർന്ന ആത്മശക്തി വ്യാപാരം വെളിപ്പെട്ടത്. ഇവിടെ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന വാക്യം അപ്പോസ്തലപ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സംശയമുണ്ട്. എൻ്റെ ചിന്തയിൽ, എൻ്റെ പഠനത്തിൽ എനിക്ക് ബോധ്യമായ കാര്യം, ഇത് അന്ത്യനാളിൽ സകല ജഡത്തിന്മേലും ദൈവം പകരും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ അനുഭവത്തെയാണ് ഉദ്ദേശിച്ചതെന്നാണ്. അല്ലാതെ അപ്പോസ്തലപ്രവൃത്തികളിൽ വെളിപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയുടെ വ്യാപാരമല്ല
അത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്ന വാക്യത്തിൻ്റെ നിവർത്തീകരണമാണ്. അത് കർത്താവ് തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി കാത്തിരിപ്പാൻ പറഞ്ഞില്ലേ. അതനുസരിച്ചൊരു കാത്തിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവം അവർക്ക് ആ ശക്തി പകർന്നു. അതാണ് ഇത് സ്വമേധയാ ദൈവം സകല ജലത്തിന്മേലും തൻ്റെ ആത്മാവിനെ പകരുന്ന ആ അനുഭവം അവസാന നാളിൽ നടക്കേണ്ട ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഒരു പക്ഷേ ഉള്ളവരുണ്ടായേക്കാം. അത് ഞാനതിനെ തർക്കിക്കാനും വാദിക്കാനോ ഒന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവം ആ വിഷയത്തിൽ ഓരോരുത്തർക്കും വെളിപ്പാട് നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ നമുക്ക് യോവേൽ പ്രവാചന പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിക്കാം. അത് ഇങ്ങനെ വായിക്കുന്നല്ലോ: ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ, അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. ഇവിടെ യഹോശാഫാത്ത് താഴ്വരയിൽ സകല ജാതികൾ കൂട്ടിവരുത്തുന്ന ഒരു വലിയ യുദ്ധം നടക്കുന്ന അനുഭവത്തെ പറ്റിയുള്ള ഒരു പരാമർശമായിട്ടാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. അത് എനിക്ക് എൻ്റെ ആ ജിയോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. എൻ്റെ ചിന്ത, നമ്മൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യത്തിൽ ഒരു ഹർമഗദോൻ യുദ്ധത്തെ പറ്റിയുള്ള പരാമർശമുണ്ടല്ലോ. അത് ഈ യഹോശാഫാത്ത് താഴ്വരയിലെ യുദ്ധം തന്നെയാണോ എന്നെനിക്കറിയില്ല. എനിക്കൊരു സംശയം എൻ്റെ മനസ്സിൽ തോന്നുന്നേ ഉള്ളൂ. അതങ്ങനെയാണെന്ന് സ്ഥാപിക്കാനുള്ള അറിവ് എനിക്കില്ല. എങ്കിലും എൻ്റെ ഒരു ചിന്ത അങ്ങനെ വരുന്നുണ്ട്. അക്കാലത്തും നമുക്കറിയാമല്ലോ, ഈ ഉള്ള പ്രവാചകന്മാരും അവരെല്ലാം കൂടെയും അതിൻ്റെ 12 പോലുള്ള വാക്യങ്ങൾ, 16-ാം അധ്യായത്തിൻ്റെ 12 പോലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ആറാമത്തവൻ തൻ്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു, കിഴക്കിൽ നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകൻ്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. അതിൻ്റെ 16-ാം വാക്യം, അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദോൻ എന്നു പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ യുദ്ധം നടക്കുന്നു. നമുക്ക് 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലുമൊക്കെ മഹദിയ ബാബിലോൺ ആ വലിയ പട്ടണങ്ങളിലൊക്കെ നാശങ്ങളും വലിയ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നതായിട്ട് തിരുവചനത്തിൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ 19-ാം അധ്യായത്തിൽ വരുമ്പോൾ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 19-ലെ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന അഗ്നിജ്വാല കണ്ണുള്ള ദൈവം എന്ന പേരുള്ള സത്യവാനും വിശുദ്ധനുമായ സാക്ഷിയായ അത് യേശുക്രിസ്തുവാണ് എന്ന് വ്യാഖ്യാനിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അതും എനിക്കൊരു കൃത്യതയോടെ യേശുക്രിസ്തു തന്നെയാണ് എന്ന് 100% ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ സാധ്യത അങ്ങനെയായിട്ട് തോന്നുന്നുമുണ്ട്. അങ്ങനെയാണെന്ന് ഖണ്ഡിതമായി പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. ഏതായാലും അതിൻ്റെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആകാശത്ത് നിന്ന് തീയിറക്കി 1000 ആണ്ട് വാഴ്ചയുടെ അവസാന കാലഘട്ടത്തിൽ സർവ്വജനത്തെയും നശിപ്പിക്കുന്ന ആ ഒരു സംഭവം നടക്കുന്നുണ്ട്. സ്വർഗത്തിന് തീയിറങ്ങി പല സന്ദർഭങ്ങളിലും ജനത്തെ നശിപ്പിച്ച ചരിത്രം പഴയ നിയമത്തിൽ ധാരാളം സ്ഥലങ്ങളിലുണ്ടല്ലോ. നമുക്കറിയാം, സൊദോം ഗൊമോറ നശിപ്പിച്ചതും അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഞാനതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതേതായ എല്ലാം കൂടി എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശത്തിൽ യഹോശാഫാത്ത് താഴ്വരയിൽ ഒരു വലിയ യുദ്ധം നടക്കുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയത്. പക്ഷെ അതെനിക്ക് കൃത്യമായിട്ട് യഹോശാഫാത്ത് താഴ്വരയും ഹർമഗദോനും ഒന്നാണോ, അതൊരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ സ്ഥലമായിട്ട്, അതിൻ്റെ ഒരു കേന്ദ്രീകൃത സ്ഥലമായിട്ട് യഹോശാഫാത്ത് താഴ്വര വരുന്നു, അതോ ഹർമഗദോൻ വരുന്നു എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ അതിനെപ്പറ്റിയൊക്കെ പഠിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് വലിയ വിഷയമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ആഴത്തിലേക്ക് ആ വിഷയത്തിലേക്ക് കടന്നിട്ടില്ല. നമുക്ക് എങ്ങനെ നിത്യരക്ഷ പ്രാപിച്ച് നിത്യജീവൻ്റെ അവകാശികളായി തീരുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം, പരമലക്ഷ്യം. അതുകൊണ്ട് ഇതിനത്ര വലിയ പ്രാധാന്യം കൊടുത്ത് ഞാൻ ചിന്തിക്കാറില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടുകയാണ് ദൈവമക്കളെ. തുടർന്ന് നമുക്ക് ആമോസിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഞാൻ വായിക്കുന്നല്ലോ. ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം 12. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും,
ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതകളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഞാൻ പ്രധാനമായി വാക്യം ഉദ്ധരിക്കുന്നത് എൻ്റെ ശ്രോതാക്കളെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ, സർവശക്തനായ യഹോവയായ ദൈവത്തിൻ്റെ ദിവ്യശക്തിയും ആ മഹത്വവും വെളിപ്പെടുത്തുന്ന തിരുവചന ഭാഗമായതുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത്. നമ്മുടെ ചിന്ത പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ശക്തി എന്ത്, ദൈവം ആരെയെന്ന് തെളിയിക്കുന്ന ചില ഭാഗങ്ങളാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഈ വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നത്. അതിൽ 5-ാം അധ്യായത്തിൽ തന്നെ 8-ാം വാക്യം കൂടെ വായിച്ചാൽ അവിടെയും നമ്മളിങ്ങനെ കാണുന്നു: കാർത്തികയെയും മകയിരത്തെയും സൃഷ്ടിക്കുകയും അന്ധതമസിനെ പ്രഭാതമാക്കി മാറ്റുകയും പകലിനെ രാത്രിയാക്കി ഇരുട്ടുകയും സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നവനെ അന്വേഷിപ്പേൻ. വളരെ ഗൗരവമായി ചെയ്യുന്ന വാക്യമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ഹല്ലേലൂയ. കൃത്യമായിട്ട് പരിശുദ്ധാത്മാരെ രേഖപ്പെടുത്തി നോക്കിക്കേ. ഈ ആമോസ് പ്രവാചകൻ വഴി നമ്മോട് സംസാരിക്കുന്ന ഈ തിരുവചനങ്ങൾ, ദൈവജനമേ വളരെ ഗൗരവമായി കാണൂ, ചിന്തിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. അതിൻ്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ദൈവജനത വാഗ്ദത്തം നമുക്ക് വേണ്ടതല്ലേ. അതിൻ്റെ 27-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഞാൻ നിങ്ങളെ ദമ്മേശെക്കിന് അപ്പുറം പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുമാറാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ ദൈവമെന്നാകുന്നു അവൻ്റെ നാമം. ദൈവത്തിൻ്റെ നാമം എന്താണെന്ന് കൃത്യമായിട്ട് ഓർക്കാനും ധ്യാനിക്കാനും വേണ്ടിയാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത്. ഇതുപോലെ നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തി പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയ അറിവല്ല വേണ്ടത്. നാം തന്നെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് തിരുവചനം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും സത്യദൈവത്തെ അറിയുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ആത്മീയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗത്തിൽ പിന്നെ തുടർന്ന് നമുക്ക് ചിന്തിക്കാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.